സദസ്സിനോട് നമ്മുടെ സാധാരണ ഒരു ചോദ്യമുണ്ട്. ശനിയാഴ്ച പോകുമ്പോ ഇവിടെ വന്നിട്ട് റിസൾട്ട് ഉണ്ടായവര്, ഇവിടെ വന്നിട്ട് ഗുണങ്ങൾ കിട്ടിയവര് ഒന്ന് കൈവെക്കാവോ? സദസ്സിനോട് സാധാരണ ഞാനൊരു ചോദ്യം ചോദിക്കാറുണ്ട്. തിങ്കളാഴ്ച വന്നവരാണല്ലോ, തിങ്കളാഴ്ച വന്നിട്ട് ശനിയാഴ്ച നിങ്ങൾ പോകുമ്പോ റിസൾട്ട് കിട്ടിയവർ കൈ താത്തരുത്. റിസൾട്ട് കിട്ടിയവരെ ഒന്ന് കൈവെക്കുക. എന്നിട്ട് റിസൾട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ മറ്റവരൊന്ന് നോക്കിയേക്കുക. ഫ്രണ്ടിലിരിക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് നോക്കിയേക്കുക. എന്തിനെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു താത്തേരെ. കാരണം വെറുതെ വന്ന് കണ്ണടച്ചിരുന്ന് പോണതല്ലേ. അപ്പോ റിസൾട്ട് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. റിസൾട്ട് ഇല്ലാത്ത ആൾക്ക് ചിലപ്പോ 10 ആളാണ് ഉള്ളതെങ്കിൽ ആ 10 ആള് വിചാരിക്കുക ഇത്രയും ആളുകൾക്കും അത് തന്നെയാണെന്ന് വിചാരിക്കും. അതൊരു പ്രശ്നമല്ലേ? എല്ലാ ശനിയാഴ്ചയും പുതിയ ആളുകളാണ്. ആ ശനിയാഴ്ച വരുന്ന ആളുകളെ എല്ലാ ആഴ്ചയിലും എനിക്ക് കാശ് കൊടുത്ത് കൊണ്ടുവരാൻ കഴിയൂലല്ലോ. ഞാൻ 8 വർഷമായി 2 കാലിനും തളർച്ച വന്ന് നടക്കാനൊന്നും വയ്യായിരുന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് ഹീലിന് ശേഷം തന്നെ അന്ന് ഞാൻ ബസ്സിനാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നത്. നടക്കാനെന്ന് വെച്ചാൽ ബസ്സിൽ കയറാൻ കാലിങ്ങനെ പൊക്കി വെച്ച് കയറാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ പിടിച്ചിട്ടാണെങ്കിലും കാല് പൊക്കി വെച്ച് കയറി ഇവിടെ വന്നിറങ്ങി. ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. അങ്ങനെ എത്ര നാൾക്ക് ശേഷം? 8 വർഷമായി ബസ്സിൽ കയറിയിട്ടേന്നില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ഞങ്ങളെ അടുത്ത് വണ്ടി വിളിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ കൊണ്ടാക്കി തന്നത്. കഴിയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇറങ്ങാനൊക്കെ പ്രയാസാന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴും എന്റെ കാലിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ. പിന്നെ അന്നുണ്ടായത് നല്ല തലവേദന. എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു തലവേദന വന്നിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല തലവേദനയായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് ആ തലവേദന കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നട്ടെല്ലിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് എന്റെ കാലിന് ഇങ്ങനെ വന്നതെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞു. പക്ഷെ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് നട്ടെല്ലിന്റെ പ്രശ്നം കൊണ്ടല്ല വന്നത്, എന്റെ തലയുടെ പ്രശ്നം കൊണ്ടാണ് അത് വന്നതെന്ന് തോന്നി. കാരണം ഒരു 20 വർഷം മുന്നേ എനിക്കൊരു ആക്സിഡന്റ് കഴിഞ്ഞ് തലയ്ക്കാ തട്ടിയായിരുന്നു. അന്ന് തീരെ ഓർമ്മയില്ലാണ്ട് 8 ദിവസം ICUലൊക്കെ ബോധമില്ലാണ്ടൊക്കെ കിടന്നതാണ്. പക്ഷെ അന്നതൊക്കെ മാറി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഈ ഹീലിങ്ങിന് ഇരുന്നതിന് ശേഷം എനിക്ക് വേറെ ഒരു ഭാഗത്തല്ല വേദന കാണുന്നത്, എന്റെ തലയ്ക്കാണ്. ആ തലേന്റെ വേദന നല്ല ശക്തിയിലെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഗുളിക കിട്ടുമോ, വേദനേന്റെ ഗുളിക കിട്ടുമോ എന്ന് പോലും വിചാരിച്ചു. അന്ന് അത്രയും എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു അന്നുണ്ടായത്. നമ്മൾ പൊതുവിൽ പറയാറുണ്ട്, നിങ്ങളുടെ രോഗം പറയാൻ വേണ്ടി വരണ്ട, നിങ്ങൾക്ക് എവിടെയൊക്കെ കേടുണ്ടോ ആ കേടൊക്കെ മാറിയിട്ടേ പോകൂ, ആ കേടെല്ലാം റിപ്പയറിങ് നടക്കും എന്ന് പൊതുവിൽ പറയാറുണ്ട്. അപ്പൊ നിന്റെ കാലിന്റെ പ്രശ്നം ചിലപ്പോ കാലിന്റെ പ്രശ്നം ആവണമെന്നില്ല. ആ കാലിന്റെ പ്രശ്നത്തിന് നീ കണ്ടെത്തിയ പല ടെസ്റ്റുകളിലൂടെയും കണ്ടെത്തിയതിന്റെ റൂട്ട് കോസ് അതായിരിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനൊരു തെളിവാണ് ഇപ്പൊ അവര് പറയാം. എത്ര വർഷം മുമ്പ് ആക്സിഡന്റ്? 20 വർഷം മുന്നേ. 20 വർഷം മുമ്പേ തലക്ക് കിട്ടിയ ക്ഷതം അത് അന്ന് ചികിത്സിച്ച് പെയിനൊക്കെ മാറ്റി തൽക്കാലത്തേക്ക് ആക്കി വെച്ചാലും അതിൻ്റെതായ ബുദ്ധിമുട്ട് ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് മാറാതെ ശരിയാകില്ല. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് റിസൾട്ടും കിട്ടി കാലിന്. കാരണം ആദ്യത്തെ ട്രീറ്റ്മെന്റിൽ നിന്ന് തന്നെ റിസൾട്ട് കിട്ടിയതിന്റെ തെളിവാണ് ബസ്സിൽ കയറി എന്നുള്ളത്. ഈ കാലിന് വയ്യാത്ത കാരണം ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് നടന്നിരുന്നു. അപ്പൊ ഒരു സൈഡ് ഇങ്ങനെ ഊര പൊന്തി വന്നിരുന്നു. അപ്പൊ അതിന് കുറച്ച് മാറ്റമുണ്ട്. അത്രയും ഊരക്ക് ഉയർച്ച വരില്ല, താഴ്ചയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് എഴുന്നേക്കാവോ? എഴുന്നേറ്റിട്ട് പുറത്തേക്ക് വരാവോ? നടന്നേ. ഇതാണ് സാധാരണ സ്ട്രക്ചർ അല്ല. ആ സ്ട്രക്ചർ അല്ലാത്ത ആൾക്ക് കിട്ടിയ റിസൾട്ടാ. ഓക്കെ. എനിക്ക് 39 വർഷമായിട്ട് കണ്ണട വെക്കുന്ന ആളാ. കണ്ണട ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാം, വീടിൻ്റെ ഉള്ളിലൊക്കെ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഈ ഉദിപ്പ് തട്ടിയാല് കണ്ണിന് ഒരു പുളിപ്പ് വരും വെയിൽ തട്ടിയാല്. പക്ഷെ ഇപ്പൊ 4 ദിവസമായിട്ട് അതില്ല, കണ്ണട ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഷുഗർ എന്തായാലും നോക്കിയാലും അത് നോക്കണില്ല. ഷുഗർ നിങ്ങൾ നോക്കി സമയം കളയണ്ട. കാരണം ഷുഗർ നിങ്ങൾ നോക്കിയതല്ലേ, എപ്പോഴും നോക്കണതല്ലേ. 20 വർഷമായിട്ട് 25 വർഷമായിട്ടും ഷുഗർ നോക്കണതല്ലേ. 12 വർഷമായിട്ട് അങ്ങനെ ആ ഒരു ഉത്തരത്തിന് നമ്മൾ എന്തായാലും പോകുന്നവര് ശ്രദ്ധിക്കുക. ഷുഗറിന് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മരുന്നും കുടിക്കണുണ്ട്, ശരീരത്തിന് പ്രശ്നം കൂടണമുണ്ട്. ശരീരത്തിന് സുഖം കിട്ടാനാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, ഇവിടെ വന്നതിന് ശേഷം ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? സുഖാണ്. എത്ര ആളായിട്ട് മരുന്ന് കുടിക്കുന്നതാ? 12 വർഷമായിട്ട്. 12 വർഷം മരുന്ന് കുടിച്ചിട്ട് കിട്ടിയ സുഖവും ഇപ്പൊ കിട്ടുന്ന സുഖവും സെയിം ആണോ? എന്താ സുഖം? ശരീരത്തിന് ഒരു ക്ഷീണമില്ല, ഉറങ്ങാൻ പറ്റുന്നുണ്ട്, കണ്ണിന് കാഴ്ചക്ക് വ്യത്യാസം വന്നു. പിന്നെ കുറെ വർഷമായിട്ട് തലവേദന അതില്ല.
കുറെ വർഷമായിട്ടുള്ള തലവേദന ഇല്ല.